നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചുണ്ടും പയറും, വാഴച്ചുണ്ടും വൻപയറും തോരൻ. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. വാഴച്ചുണ്ട് ചെറുതായി കൊത്തിയരിഞ്ഞത് 2 കപ്പ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, വൻപയർ വേവിച്ചത് 1 കപ്പ്, നാളികേരം ചിരകിയത് 1 കപ്പ്, കൊച്ചുള്ളി 3 എണ്ണം, ഇഞ്ചി ചെറിയ 1 പീസ്, വെളുത്തുള്ളി 2 അല്ലി, പച്ചമുളക് 3 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വെള്ളം ആവശ്യത്തിന്, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 3 എണ്ണം, കറിവേപ്പില 2 തണ്ട്, ചെറിയ ഉള്ളി തിന്നായിട്ട് കട്ട് ചെയ്തത് 6 എണ്ണം, വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ വാഴച്ചുണ്ട് കട്ട് ചെയ്യുന്നതിന് മുമ്പായി കയ്യിൽ കുറച്ച് ഓയിൽ തേക്കാം. ഈ ഓയിൽ തേക്കുന്നത് വാഴച്ചുണ്ടിൻ്റെ കറ കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടിയാണ്. വാഴച്ചുണ്ട് ആദ്യം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം പുറത്തെ 2-3 ഇതളുകൾ ഇതുപോലെ എടുത്തു മാറ്റണം. ഈ ചുണ്ടിൻ്റെ അറ്റം കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് നമുക്ക് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളമെടുത്ത് അതിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴച്ചുണ്ടിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുക്കുക. ഇത് ഡ്രെയിൻ ചെയ്തെടുത്ത വാഴച്ചുണ്ടാണ്. ഇനി നമുക്ക് തോരന് വേണ്ട അരപ്പുണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ബ്ലെൻഡറിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിരകിയ തേങ്ങ, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. അരപ്പ് കുറെ അരഞ്ഞു പോകരുത്, എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു പാനിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന വറ്റൽമുളക്, കറിവേപ്പില, ഉള്ളി എന്നിവ ഇട്ട് വഴറ്റുക. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്യുക. ഉള്ളി കുറച്ച് വാടി കഴിയുമ്പോൾ ഇതിലോട്ട്
നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാഴച്ചുണ്ടിട്ട് ഏകദേശം 2-3 മിനിറ്റ് വഴറ്റുക. ഇതിൻ്റെ നടുവിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് വാഴച്ചുണ്ട് അരപ്പിൻ്റെ മുകളിലോട്ട് വച്ച് ഇതുപോലെ പൊത്തിക്കൂട്ടി വച്ചതിന് ശേഷം അടച്ചു വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറിട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റോളം വേവിക്കുക. എല്ലാം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വാഴച്ചുണ്ട് പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി വാഴച്ചുണ്ടും പയറും തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.